നമസ്കാരം. തഹാവൂർ ഹുസൈൻ റാണ കൊടും ഭീകരൻ, ISI ബന്ധമുള്ള, ലഷ്കർ-ഇ തോയ്ബ ബന്ധമുള്ള ഭീകരൻ ഇന്ന് NIA കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളേറെ കേട്ടതാണ് ഒരു അപസർപ്പക കഥ പോലെ അമേരിക്കയിൽ നിന്നും എക്സ്ട്രഡിഷൻ ഉടമ്പടി വഴി അമേരിക്കൻ കോടതിയിലെ നിയമയുദ്ധത്തിൽ പരാജയപ്പെട്ട് അമേരിക്കൻ കോടതികളെ ശിക്ഷിച്ചതാണ്. ഏറെക്കാലം തടവ് അനുഭവിച്ചു. അതിനുശേഷം പ്രസിഡന്റ് ട്രംപിൻ്റെ കൂടെ പ്രത്യേക താല്പര്യപ്രകാരം എക്സ്ട്രഡിറ്റ് ചെയ്ത് കുറ്റവാളിയെ ഭാരതത്തിന് കൈമാറി NIA ഉദ്യോഗസ്ഥന്മാർ പോയി അമേരിക്കയിൽ ചെന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ കൊണ്ടുവന്നു. NIA കസ്റ്റഡിയിൽ കർശനമായ ചോദ്യം ചെയ്യലാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 18 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓരോരോ ബന്ധങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹം പരിപാടിയിട്ട തീവ്രവാദ ആക്രമണങ്ങൾ, അത് ബോംബെ ഭീകരാക്രമണം മാത്രമാണ് നമ്മുടെ മുന്നിൽ ട്രാക്ക് റെക്കോർഡായിട്ടുള്ളത്. 28/11 എന്ന് പേരിട്ട് വിളിക്കുന്ന 166 പേരുടെ മരണത്തിന് കാരണമായ ആക്രമണം. അന്ന് നമുക്കറിയാം, ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ കുറേ സ്ഥലങ്ങളിൽ ആക്രമിക്കുക എന്നുള്ളതല്ല. ഇന്ത്യയുടെ സാമ്പത്തിക ഹബ്ബായ, ഓഹരി വിപണിയുടെ കേന്ദ്രമായ ദലാൽ സ്ട്രീറ്റ് ഭാഗത്ത് ആക്രമണം നടന്നു. അതുപോലെ ഇന്ത്യയുടെ നെർവ് സെൻറ്റർ റെയിൽവേയാണ്, കണക്ടിവിറ്റിയുടെ ഹബ്ബ് റെയിൽവേയാണ്. വിക്ടോറിയ ടെർമിനസ് ആക്രമണ വിധേയമായി. ജൂയിഷ് കണക്ഷൻസ് ഉള്ള സ്ഥലമാണ് നരിമാൻ ഹൗസ് ബോംബെയിൽ, അത് ആക്രമണ വിധേയമായി. അതുപോലെ ലോകരാജ്യങ്ങളുടെ ഒരുപാട് പൗരന്മാർ വരുന്ന സ്ഥലമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ് ടാറ്റയുടെ താജ് ഹോട്ടൽ. അപ്പം താജ് ഹോട്ടലിലും വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. 60 മണിക്കൂറിലധികം നീണ്ടുനിന്ന ആക്രമണ പരമ്പരയിലൂടെയാണ് 166 പേര് മരിക്കുകയും നമ്മുടെ ഹേമന്ത് കർക്കാറെ ഉൾപ്പെടെയുള്ള നമ്മുടെ സായുധ പോലീസ് സംഘത്തെ കമാൻഡോകൾ വധിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതിന് ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന കൊടും ഭീകരൻ, ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ എന്ന് പറയുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ദാവൂദ് ഗിലാനി എന്നുകൂടി വിളിക്കുന്ന പാകിസ്ഥാൻ വംശജനാണ്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയും സന്തത സഹചാരിയും അടുത്ത കൂട്ടുകാരനും ഒക്കെയായിരുന്നു തഹാവൂർ റാണ. അപ്പം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി തടവിലായപ്പോൾ, അമേരിക്കയിൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് തഹാവൂർ റാണയെക്കുറിച്ച് ആദ്യം വിവരം കിട്ടുന്നത്. അദ്ദേഹം ഇവിടുന്ന് ആക്രമണമെല്ലാം അതിനൊക്കെ മുമ്പ് തന്നെ ഈ ആർമിയിലെ ഡോക്ടർ പദവിയിലുള്ള ജോലി ഉപേക്ഷിച്ച് പാകിസ്ഥാൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ. അദ്ദേഹം അവിടുന്ന് കാനഡയിലേക്ക് പോയി. കാനഡയിൽ നിന്നും പിന്നീട് അമേരിക്കയിലെ ഷിക്കാഗോയിലേക്ക് വന്നു. അവിടെ താമസമുറപ്പിച്ചു. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് വലിയ രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത്. ബോംബെ ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ ഫോൺ കോളിലൊന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ടായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കുന്നു, ഇന്ത്യക്ക് ഇനി ഏറെ അനുഭവിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ശാപം കിട്ടിയിരിക്കുന്നു, നന്നായി എന്നും. അതുപോലെ ഈ ആക്രമണത്തിൽ പങ്കെടുത്ത 10 പാകിസ്ഥാൻ പൗരന്മാരുണ്ട്. അതിൽ ഒരാളെ മാത്രമാണ് ജീവനോടെ നമ്മൾ പിടികൂടിയത്, അല്ലേ? ആമിർ അജ്മൽ കസബ് എന്ന ചെറുപ്പക്കാരനെ പിടികൂടി. അപ്പം ബാക്കി 9 പേർ മരിക്കുകയാണ്. തഹാവൂർ ഹുസൈൻ റാണയെ സംബന്ധിച്ചിടത്തോളം അവർ വീരമൃത്യു, മാർട്ടിയർഡം അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിഷാൻ ഇ ഹൈദർ എന്ന് പറയുന്ന പരമോന്നത സൈനിക ബഹുമതി ഒരു വീര ബഹുമതിയാണ്. അത് നൽകണം ഇവർക്ക്. ഈ മരിച്ചുപോയ, കൊല്ലപ്പെട്ട, നമ്മുടെ സുരക്ഷാ സേനയുമായുള്ള വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 9 പേർക്കും അത് നൽകണം എന്ന ആഗ്രഹമാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും തമ്മിലുള്ള സംഭാഷണത്തിൽ തഹാവൂർ റാണ പ്രകടിപ്പിക്കുന്ന ആഗ്രഹം. അതിനർത്ഥം എത്രത്തോളം ഇന്ത്യ വിരോധമാണ് അദ്ദേഹത്തിൻ്റെ സിരകളിൽ നുരഞ്ഞു പൊങ്ങിയിരുന്നത്. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. അതുമാത്രമല്ല, അദ്ദേഹം കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വന്ന് വലിയ വലിയ ആസൂത്രണങ്ങളാണ് നടത്തിയത്. ഒരു 12 സ്ഥലങ്ങളിലെങ്കിലും അദ്ദേഹവും ഭാര്യയുമായി ഇന്ത്യയിൽ സഞ്ചരിച്ചു. അതുമാത്രമല്ല, തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കാൻ തക്ക ഏറ്റവും പ്രധാനമായ തെളിവെന്ന് പറഞ്ഞാൽ ബോംബെയിൽ തന്നെ അദ്ദേഹം ഒരു ഇമിഗ്രേഷൻ ഓഫീസ് സ്ഥാപിച്ചു. ആ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പലരും കടന്നു വരും, വിദേശ പൗരന്മാർ ഉൾപ്പെടെ വരും. അവിടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഉൾപ്പെടെയുള്ളവർ അവിടെ വന്നു. അവിടെ കുറേ കാലം കഴിഞ്ഞുകൂടി. ഇവർ രണ്ടും കൂടി പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി ഇന്ത്യയിലെ ഏതെല്ലാം നഗരങ്ങളിൽ എന്തെല്ലാം രീതിയിലുള്ള ആക്രമണം നടത്തണം എന്ന തീരുമാനമാണ് എടുത്തത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ
വെളിയിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ അത് ഹൈപ്പത്തറ്റിക്കലി ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ് NIA കരുതുന്നത്. പക്ഷേ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇപ്പോഴും അമേരിക്കൻ തടവിലാണ്. അദ്ദേഹത്തെ നേരിട്ട് വിചാരണ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായും ഇന്ത്യയിലേക്ക് ഉടനടി എക്സ്ട്രഡീഷൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തഹാവൂർ റാണയുടെ കയ്യിൽ നിന്നും വ്യക്തമായ കാര്യങ്ങൾ കിട്ടും. ഇന്ത്യ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിലെ ഉന്നതർ, പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ പാകിസ്ഥാൻ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിൻ്റെ മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ അറിവും സമ്മതവും ബോംബെ ഭീകരാക്രമണത്തിന് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനായാൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാനെ തൊലിയുരിച്ച് കാട്ടാൻ ഭാരതത്തിന് കഴിയും. ആ ഒരു ആഗ്രഹമാണ്. അതുമാത്രമല്ല, ഈ ആക്രമണം നടത്തിയത് ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. മാത്രമല്ല മറ്റ് ഭീകര സംഘടനകളും ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷ്-ഇ-മുഹമ്മദ് ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട്. ഈ ബന്ധം സ്ഥിരീകരിക്കാൻ തക്ക തെളിവുകൾ അദ്ദേഹത്തിൻ്റെ ഇമെയിലിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അയച്ചിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് സ്പേസിലുള്ള ഒരു കാര്യവും യഥാർത്ഥത്തിൽ മാഞ്ഞു പോവില്ല. അത് എന്നാണെങ്കിലും തെളിവായി അവശേഷിക്കും. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ, ഇമെയിൽ, മറ്റ് അദ്ദേഹവുമായിട്ട് ഇടപെട്ട മറ്റാളുകളുടെ സംഭാഷണങ്ങൾ, ഇമെയിലുകൾ എല്ലാം തന്നെ ഇനിയും നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കയ്യിൽ വരികയാണ്. അപ്പോൾ ഈ 18 ദിവസത്തെ വിചാരണയുടെ ഒടുവിൽ കോടതി ഒരുപക്ഷെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡി നീട്ടിക്കൊണ്ടു പോകാൻ ഒരുപക്ഷെ NIAക്ക് അനുവാദം തന്നേക്കാം. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, റൂൾ ഓഫ് ലോയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ന്യായമായ ശിക്ഷ ഇദ്ദേഹത്തിന് തഹാവൂർ റാണയ്ക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴാണ് 166 പേർ മരിച്ചുപോയ, കൊല്ലപ്പെട്ട, നിസ്സഹായരായ 166 പേരുടെ ജീവൻ, അതിന് വിലയുണ്ട്. അവരുടെ ഫാമിലികളോട് ഭാരത ഗവൺമെൻറ്റിനും ഭാരതീയരായ നമുക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം നിറവേറ്റാനാവുക, നീതി ആത്യന്തികമായി നിറവേറ്റി എന്ന് വരുമ്പോഴതും. അതുമാത്രമല്ല, ഈ തഹാവൂർ ഹുസൈൻ റാണ എന്ന വ്യക്തി എക്സ്ട്രഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സന്ദേശം ഇന്ത്യ ലോകത്തിന് കൊടുക്കുകയാണ്. നിങ്ങൾ വിദേശ രാജ്യത്തെ പൗരന്മാർ, അദ്ദേഹം പാകിസ്ഥാൻ പൗരനായിരുന്നു, അദ്ദേഹം കാനഡ വഴി അമേരിക്കയിലെത്തി, അമേരിക്കൻ പൗരത്വം കാനഡ പൗരത്വം ഒക്കെ വഹിക്കുന്ന ആളാണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പൗരന്മാരാകാം, ഭാരതത്തിനെതിരെയുള്ള യുദ്ധത്തിന് ഭാരതത്തിൽ വന്ന് നശീകരണം നടത്തിയതിനു ശേഷം നിങ്ങൾ സ്വന്തം രാജ്യത്തേക്ക് പോയി ഏത് മാളത്തിൽ ചെന്ന് ഒളിച്ചാലും ഞങ്ങൾക്ക് 2 പദ്ധതികളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ കിങ്കരന്മാർ ആ രാജ്യത്ത് ചെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയേക്കാം. പാകിസ്ഥാനിൽ തന്നെ അനേകം പേരാണ് ഇന്ത്യ വിരുദ്ധരായ, ഇന്ത്യക്കെതിരെ ചരിത്രപരമായി ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തിയ ഏറെപ്പേർ, 1 ഡസനിലധികം പേരാണ് കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്നത്. കാനഡയുടെ മണ്ണിൽ ഹർദീപ് സിംഗ് നിജ്ജാർ വധം ഒരു വിവാദ വിഷയമായത് നമ്മൾ കണ്ടതാണ്. കനേഡിയൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിൽ നയതന്ത്ര ബന്ധം വരെ മോശമാകുന്ന രീതിയിൽ വളർന്ന ആ ഒരു പ്രശ്നം നമ്മൾ കണ്ടതാണ്. ബ്രിട്ടനിൽ തമ്പടിച്ച ഒരുപാട് ഖലിസ്ഥാൻ ഭീകരവാദികളുണ്ട്. അതുപോലെ കാനഡയിൽ ഇപ്പോഴും തുടരുന്ന ഖലിസ്ഥാൻ ഭീകരവാദികളുണ്ട്. ഹർപട്വന്ത് സിംഗ് പന്നുവിനെ പോലെയുള്ള ആളുകൾ അമേരിക്കയിൽ ജീവിക്കുന്നു. ഇവരെല്ലാം തന്നെ ഇന്ത്യ തേടുന്ന കൊടും ഭീകരരാണ്. എക്സ്ട്രഡിഷൻ എന്നത് സാധ്യമാണ്. 42 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് കുറ്റവാളി കൈമാറ്റൽ കരാറുണ്ട്. ഇത് ഫലപ്രദമായി നിലവിൽ വന്നാൽ, അല്ലെങ്കിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, അതായത് രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ട്, ഒരുപക്ഷെ നയതന്ത്രപരമായ വലിയ സമ്മർദ്ദമുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ ശക്തിയാണ് കാട്ടുന്നത്. ഇന്ത്യയെ ഗൗരവത്തിലെടുക്കുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു. ലോക സുരക്ഷ ഇന്ത്യയുടെ സുരക്ഷയെ കൂടെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കോമൺ സുരക്ഷാ ത്രെട്ടായി അവരതിനെ കാണുന്നു. അതുകൊണ്ട് ട്രെൻഡ് മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ എക്സ്ട്രഡിഷനുള്ള, കൈമാറ്റത്തിനുള്ള നന്ദിയാകട്ടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൈമാറ്റവും വിചാരണയും എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.